എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡിലും ഞാൻ 2 ബ്യൂട്ടി ടിപ്സ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു ഹെയർ സ്റ്റൈലാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയിലുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഫിഷ് ടെയിൽ ബ്രെയ്ഡാണ്. അറിയാത്തവർക്ക് വേണ്ടി ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മുടി നന്നായി ചീകി വൃത്തിയാക്കി വെക്കണം. ഇത് തീരെ അറിയാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്കൊന്ന് മുടി പോണി ടെയിൽ ഇതേപോലെ കെട്ടിവെക്കാം. അതിനുശേഷം ഈ മുടി 2 ഭാഗമായി തിരിക്കാം. 2ആയി ഡിവൈഡ് ചെയ്ത് വെക്കാം. ഒന്ന് റൈറ്റ് സൈഡും ഒന്ന് ലെഫ്റ്റ് സൈഡും. അപ്പോൾ ആദ്യം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നിന്ന് ചെറിയൊരു സെക്ഷൻ മുടിയെടുക്കാം. ഇത് ഈ സെയിം റൈറ്റ് സൈഡിലെ മുടിയുടെ മേലെ കൂടെ എടുത്ത് ഈ സെൻറ്ററിലേക്ക് ഈ ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെറിയൊരു സെക്ഷൻ മുടിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ എടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ചെറിയ സെക്ഷൻ മുടിയെടുക്കാം. ഈ സെൻറ്ററിലെ ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഇടത് ഭാഗത്തു നിന്നും ചെറിയ സെക്ഷൻ മുടിയെടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഈസിയാണ്. 2 സൈഡിൽ നിന്നും ഓരോ സെക്ഷൻ ചെറിയ മുടിയെടുത്ത് ഗ്യാപ്പിലേക്ക് ഒന്നിൻ്റെ മേലെ ഒന്നായി വെച്ച് കൊടുത്താൽ മതി. ഫിഷ് സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് മുടി എടുക്കുമ്പോൾ അധികം കട്ടിയിലല്ലാതെ കുറച്ചൊന്ന് തിന്നാക്കി ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഹെയർ സ്റ്റൈൽ തീരെ അറിയാത്തവർ ചെയ്യുമ്പോൾ ആദ്യം മുടി ഒന്ന് ഇതേപോലെ പോണി ടെയിൽ കെട്ടി വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കുറച്ച് താഴേന്ന് ഇതേപോലെ പോണി ടെയിൽ കെട്ടിയതിന് ശേഷം താഴേക്ക് ഇതേപോലെ പിരിച്ചിടുന്നത്. പിന്നെ ഈ ഒരു ഫിഷ് ബ്രെയ്ഡ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് മേലെന്നേ തുടങ്ങുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മളിത് പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. മുടിയുടെ അറ്റം വരെ നമുക്ക് ഇതേപോലെ തന്നെ മെടഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫിഷ് ടെയിൽ ബ്രെയ്ഡ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. അറ്റത്ത് ചെറിയൊരു ബാൻഡും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. മുടിക്ക് കുറച്ചും കൂടി ഒരു കട്ടി ഉള്ളൊക്കെ തോന്നാൻ സഹായിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ ഒന്നും കൂടെ നല്ല കട്ടി തോന്നാൻ വേണ്ടി 2 സൈഡിൽ നിന്നും ഇതേപോലെ മെല്ലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തത് കാണിക്കുന്നത് ഈ ഒരു ഫിഷ് ടെയിൽ ബ്രെയ്ഡ് തന്നെ കൂടുതൽ ഭംഗിയിൽ നമ്മൾ പോണി ടെയിൽ ഒന്നും കെട്ടാതെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി മുടി നന്നായി ഒന്ന് ആദ്യം ചീകി ഒതുക്കാം. അതിനുശേഷം മുടി 2ആയി ഒന്ന് ഭാഗിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മേലേന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ചെറിയൊരു സെക്ഷൻ മുടി എടുക്കാം. ഈ സെൻറ്ററിലേക്ക് ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഇടത് ഭാഗത്തു നിന്നും ചെറിയൊരു സെക്ഷൻ മുടി എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ചെറിയ സെക്ഷൻ മുടിയുടെ മേലെ ആ ഗ്യാപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അവിടെ ഒന്ന് ടൈറ്റ് ആക്കി വെച്ചതിന് ശേഷം റൈറ്റ് സൈഡിൽ നിന്ന് വീണ്ടും ചെറിയൊരു സെക്ഷൻ മുടി എടുക്കാം. സെൻറ്ററിലെ ഗ്യാപ്പിലേക്ക് വെക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്നും ചെറിയൊരു സെക്ഷൻ മുടി എടുത്ത് ഈ ഒരു ഗ്യാപ്പിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെ. പിന്നെ ഇത് കുറച്ചും കൂടെ ഒന്ന് മേലെന്ന് തുടങ്ങിയെന്നേ ഉള്ളൂ. നേരത്തെ നമ്മൾ കുറച്ച് താഴെ നിന്ന് പോണിറ്റെയിൽ കെട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ താഴെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഈ രീതി ചെയ്യുമ്പോൾ മേലെന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ മേലത്തെ ഈ ഒരു പാർട്ട് കുറച്ചൊരു കട്ടിയിലായിരിക്കും ഉണ്ടാവുക. താഴോട്ട് കുറച്ച് തിക്നെസ് കുറഞ്ഞു വരും. താഴെ അറ്റം വരെ ഇതേപോലെ തന്നെ മെടഞ്ഞിട്ട് കൊടുക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ പാർട്ടികളിലും അല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള ഒരു ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഈസിയായി ചെയ്തെടുക്കാൻ പറ്റും. തീരെ കട്ടി കുറഞ്ഞ മുടിയുള്ളവർക്കൊക്കെ ഉള്ളു തോന്നിക്കുന്ന നല്ലൊരു ഹെയർ സ്റ്റൈലും കൂടെയാണിത്. ഇതിപ്പോൾ ഞാൻ അറ്റം വരെ മെടഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ബാൻഡ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഫ്ലവേഴ്സും ക്ലിപ്പൊക്കെ വെച്ച് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇത് ഭംഗിയാക്കിയെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഭംഗിക്ക് വേണ്ടി ഒരു ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മുടി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് കുറച്ചും കൂടെ ഒരു ഉള്ളു തോന്നിക്കാൻ വേണ്ടി ഇതിൻ്റെ 2 അറ്റം പിടിച്ച് മെല്ലെ പ്രഷർ കൊടുക്കാതെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫിഷ് ടെയിൽ ബ്രെയ്ഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്